നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. ഗ്യാസ് ബുക്കിംഗിന്റെ പേരിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി പോലീസ് രംഗത്ത്. പാചകവാതക ലഭ്യത കുറവിനെ മുതലെടുത്താണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ വലയിലാക്കുന്നത്. ആദ്യം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു SMS എത്തും. അത് കണ്ടാൽ ആരും ഒന്ന് ആശങ്കപ്പെട്ടു പോകും. കാരണം ഗ്യാസ് പോലെ ഒരു അവശ്യ വസ്തുവിന്റെ കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ. അതിനാൽ ഉടൻ തന്നെ പലരും പ്രതികരിക്കും. ആദ്യം മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയക്കുന്ന തട്ടിപ്പുകാർ പിന്നീട് വാട്സപ്പ് വഴി ബന്ധപ്പെടുകയും ഗ്യാസ് ബിൽ അപ്ഡേറ്റ് APK എന്ന പേരിലുള്ള ഒരു ഫയൽ അയക്കുകയും ചെയ്യും. ഗ്യാസ് ബുക്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയോ കുടിശ്ശിക തീർക്കുവാനോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഇവരുടെ രീതി. ഇവിടെയാണ് യഥാർത്ഥ തട്ടിപ്പ് തുടങ്ങുന്നത്. നിങ്ങൾ ഈ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്താൽ അതോടെ നിങ്ങളുടെ ഫോണിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് നഷ്ടമാകും. ആപ്പ് തുറന്നു കാണുന്നത് സാധാരണ ഒന്നുപോലെ തോന്നാം, പക്ഷേ അകത്ത് നടക്കുന്നത് മറ്റൊന്നാണ്. തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും. ബാങ്ക് ഡീറ്റെയിൽസ്, UPI പിൻ, OTP അങ്ങനെയെല്ലാം. പിന്നീട് നിങ്ങൾ അറിയാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകും. പലർക്കും ഈ തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാകുന്നത് പണം പോയതിനു ശേഷമാണ്. ഇതൊക്കെ ഒഴിവാക്കുവാൻ വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. വാട്സപ്പ് അല്ലെങ്കിൽ SMS വഴി വരുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഗ്യാസ് ബുക്കിങ്ങിനും പേയ്മെൻറ്റിനും എപ്പോഴും ഔദ്യോഗിക വെബ്സൈറ്റുകളോ ആപ്പുകളോ മാത്രം ഉപയോഗിക്കുക. ഉടൻ ചെയ്യണം എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ കണ്ടാൽ പേടിച്ച് പ്രവർത്തിക്കാതെ ആദ്യം അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുക. നേരിട്ട് ഗ്യാസ് ഏജൻസിയെ ബന്ധപ്പെടുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ, OTP, UPI പിൻ എന്നിവ ആരോടും പങ്കുവയ്ക്കരുത്. ഇവ ആവശ്യപ്പെടുന്നവർ ആരായാലും അത് തട്ടിപ്പാണെന്ന് ഉറപ്പാക്കാം. ഇനി നിങ്ങൾ ഇതിനകം തന്നെ ഇത്തരമൊരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ സമയം കളയരുത്. ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ cybercrime.gov എന്ന വെബ്സൈറ്റ് വഴി പരാതി നൽകുക. വേഗത്തിൽ പ്രതികരിച്ചാൽ പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.